ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വെട്ടുകാടാണ് കേട്ടോ. വെറുതെ ഒന്ന് വെട്ടുകാട് ചുറ്റാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? വെട്ടുകാട്. നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഞങ്ങൾ വന്നതാണ്. അപ്പൊ ആദ്യത്തെ പരിപാടി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നമുക്ക് കാണാം. ഇന്ന് ഉച്ചത്തേക്ക് നമുക്ക് അവിടെ കഴിക്കാനായിട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ചേട്ടനും മീനും കൂടി കഴിക്കുന്നു, ഒന്ന് ഞാനും കൂടെ കഴിക്കാന്ന് കരുതി അങ്ങനെ 2 പാക്കറ്റ് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ കഴിക്കാൻ വന്നിരുന്ന സമയത്ത് തന്നെ അവിടെ ഫുള്ള് കാക്കകൾ മൊത്തത്തിൽ വന്ന് നേരത്തെ കേട്ടോ. അപ്പൊ ഞങ്ങൾ കാക്കയെ ഓട്ടിക്കുന്നുണ്ട്, ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ വാങ്ങിയത് അത് കടയാണെന്ന് ഓർമ്മയില്ല, പക്ഷെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു അല്ലേ ഏട്ടാ? അഴുക്ക ഫുഡ് നമ്മുടെ വേടിയിൽ നമ്മളെ എന്നെ ചെയ്യുന്ന വേടിയിലോട്ട് തിരിയുന്ന നമ്മുടെ അവിടെ നിന്ന് കൊട്ടാര ഏതായാലും ഒരു കട. ഇറച്ചിയൊന്നും അരപ്പൊന്നും ഇല്ല, വെറും പച്ചക്ക് ഇരിക്കും കണക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ചേട്ടൻ അതൊന്നും കഴിച്ചൊന്നുമില്ല. നമ്മൾ വയറ് വിശന്നിരുന്നതുകൊണ്ട് ഇത്തിരി ചോറ് കഴിച്ചു. അപ്പൊ അതിനുശേഷം നമ്മൾ ബാക്കിയിരുന്ന ചോറൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കാക്കയ്ക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ആ മീനുകുട്ടി ഇതാ കാക്കയെ ഓട്ടിച്ചോണ്ട് നടക്കണ്ട കേട്ടോ. മീനുകുട്ടിക്ക് ഭയങ്കര രസം കേട്ടോ. കാക്കകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ അവള് ചെല്ലുമ്പോൾ കാക്കകൾ ഓടും, അവളതിന്റെ പിറകെ ഓടും. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മീനും എന്തായാലും അവിടെയൊക്കെ നിന്ന് ഓടി കളിക്കട്ടെ. കളിച്ച് നോക്കിയപ്പോൾ ആശാത്തിയുടെ ചെരുപ്പിന് മുഴുവൻ മണ്ണായെന്നും പറഞ്ഞുകൊണ്ട് മണ്ണ് തട്ടിക്കൊടയാനായിട്ട് കയറി അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു കിടന്നിങ്ങനെ ഓടരുത് എന്ന് പറഞ്ഞ്. പിന്നെ അവള് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് വെട്ടുകാടൊക്കെ ഒന്ന് ചുറ്റി നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ എത്ര തവണ വന്നാലും നമുക്ക് പിന്നെയും വരണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണല്ലോ കേട്ടോ വെട്ടുകാട് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ തവണ വരുമ്പോഴും ഓരോ അനുഭവമാണ്, ഓരോ തവണ വരുമ്പോഴും ഓരോ പ്രത്യേകതയാണ് അല്ലേ കേട്ടോ. ഇവിടെ ഒന്ന് അങ്ങനെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ചുറ്റും. ഞാൻ ഇതിന്റെ ഒരു ഷോർട്സ് ഒക്കെ പള്ളിയുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഷോർട്സിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. ഇന്നും അങ്ങനെ വലിയ തിരക്കും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയല്ല, ഒരു 2 മണിയൊക്കെ ആയില്ലേ ഇവിടെ എത്തിയപ്പം. 2-2:30 മണിയൊക്കെ ആയി ആ സമയത്താണ് കേട്ടോ. അപ്പൊ തിരക്കൊന്നും ഇല്ലായിരുന്നു. പോയിട്ട് വരുന്ന വഴിക്ക് നേരെ ഇങ്ങനെ വന്നതാണ്. പള്ളിക്ക് ചുറ്റും ഒത്തിരി ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എവിടെയൊക്കെ എല്ലാവരും കാണുന്ന സദാ ചെടികളൊക്കെ തന്നെ. പക്ഷെ ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അവര് നല്ലതുപോലെ വെച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മളിവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഐറ്റങ്ങളാണല്ലേ ഇതൊക്കെ കുറെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചുറ്റും നടക്കാൻ പോയേട്ടാ ഞങ്ങള്. വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു, നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും നടക്കാന്നും പറഞ്ഞ് പോയതാണ്. കടൽ വെള്ളം കയറി കിടക്കുക. കടലമ്മ ഭയങ്കര ശോഭിച്ചൊക്കെ കിടക്കുക. അതുകൊണ്ട് കടലിലോട്ടൊന്നും ആരും വിടുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് കടൽ തീരത്തോട്ടൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഈ പള്ളിക്ക് ചുറ്റും മാത്രമേ നിന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതുവഴിയൊക്കെ ഒന്ന് നടക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നല്ല ചെടികളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ശവക്കടറുകൾക്ക് നാഥനായി നോക്കുമ്പോ യേശുവിന്റെ ഒരു രൂപം അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇതിന്റെ ഇതിന്റെ അടുത്ത് കാണുന്നത് ശവക്കടറയാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളത് ബോക്സ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാടുണ്ട്, പിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിലോട്ടൊന്ന് കയറി. പള്ളിക്കകത്തൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, പള്ളിക്കകത്ത് നമ്മൾ കയറിയില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറിയതേ ഉള്ളേ. കയറി ഞാനും മീനുകുട്ടി നേരെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല പള്ളിയാണ്, വിശാലമായ നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പള്ളി. ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊരു ബൈബിളിലെ വാക്യമാണ് അവിടെ എഴുതി വാക്യം. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് മീനുകുട്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെയും എന്താ നടന്നത് നമ്മളെ റോഡിന്റെ ആ ഭാഗത്ത് ഫ്രണ്ടിലെത്തിയല്ലേട്ടാ. അതെ, അങ്ങനെ നമ്മൾ നേരെ പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കാരണം നേരെ പള്ളി റോഡ് വ്യൂ ആണ്. റോഡിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയുണ്ടോ. ഞാനും മീനുകുട്ടിയും കൂടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടൊന്ന് കയറി. അവിടെ നല്ല ചൂടുണ്ട്. ഇപ്പൊ നല്ല ചൂടായത് കൊണ്ടായിരിക്കും അവരിത് വിരിച്ചിരിക്കുന്നല്ലേ ഏട്ടാ. മാറ്റം ഉണ്ടായിരുന്നു, ഇടയ്ക്കില്ലായിരുന്നു. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴാണ് ഇല്ലാതെ. അതിട്ടത് ഭാഗ്യം കേട്ടോ. അതാണ് കാലൊന്നും അവിടെ വെക്കാൻ പറ്റാത്തത്ര ചൂടാണ്, തിളച്ചാണ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മളിതാ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ തിരുസ്വരൂപം.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഇപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇത് സൈഡിലുള്ള. പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ തന്നെയാണ് ആരാധനാ ടൈമും കാര്യങ്ങളും നമുക്ക് കുമ്പസരിക്കാനുള്ള സമയം എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയതിന്റെ ചുറ്റായും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി എന്ന് ഇത് വളർന്ന് വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. അനുഗ്രഹ ജലമാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ അവിടുത്തെ അച്ഛന്മാര് പ്രാർത്ഥിച്ച് ചെയ്യുന്ന വെള്ളമാണ്, കുടിവെള്ളമാണ്, കുടിജലമാണ്. അങ്ങനെ നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിന്നും ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്നിവിടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അച്ഛനെ കണ്ടില്ല, അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കാൻ എപ്പോഴും കാണും കേട്ടോ. പിന്നെ തൊട്ടടുത്ത് നൂലുണ്ട്, അവിടെ ഇതേപോലെ ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എണ്ണയൊക്കെ എടുത്തൊന്ന് നെറ്റിയിലൊക്കെ തേച്ച് പിന്നെ കുറച്ച് നൂലെടുത്ത് അപ്പൊ ചേട്ടന്റെ കയ്യിലും കെട്ടി, പിന്നെ നമ്മളെ വണ്ടിയിലൊക്കെ കെട്ടി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി അടുത്ത് നമ്മുടെ പള്ളി ജവമാല എല്ലാ ഐറ്റംസും കിട്ടും അല്ലെ, എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഇടമാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മളെ വെട്ടുകാട് കണ്ട ഫുള്ള് വീഡിയോ ഒന്ന് അത് നമ്മളെ വീഡിയോയിൽ ചേട്ടാ എടുക്കുന്നതാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇത് ഒരു കടകളുണ്ട്, കോഫി, ഐസ്ക്രീം പാർലർ, അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളൊക്കെയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണത്. ഇതൊന്നും ഒയിന്ന് വരുമ്പോഴത്തേ ഇവിടെയൊക്കെ തണലാവും, നല്ല തണലാവും. ഇപ്പോഴൊന്നും നല്ല വെയിലാണ്, നല്ല വെയിലാണ്. പക്ഷെ ക്യാമറ ഉണ്ടോ, ക്യാമറ ഒക്കെ വെയിലത്ത് ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ കൂട്ടുകാരെ ഇത്തിരി സമയമൊക്കെ ഞങ്ങളെ വെട്ടുകാട് ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കൊച്ചുവേളി പള്ളിയിൽ അവിടെ നിർത്തിയിട്ടൊന്ന് ചെറിയ വീഡിയോ എടുത്തതാണ്. നമ്മൾ പള്ളിയിൽ ഇറങ്ങിയില്ല, അങ്ങോട്ട് പോയതുമില്ല കേട്ടോ. പള്ളി ഇരുന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ പിന്നെ സമയം താമസിക്കത്തുള്ളൂ. അവിടെ നല്ല വെയിലും ഒക്കെയാണ്, അതുകൊണ്ട് ഇറങ്ങിയില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ.